ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബുധനാഴ്ചക്കത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് നോക്കുന്നുണ്ട്, നല്ല മഴ പെയ്യുന്നു, നിൽക്കാതെ പെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവിടെ സിറ്റ് ഔട്ടിലൊക്കെ മാറിയിരുന്ന് മുറ്റയ്ക്ക് എന്ന് തൂത്തതാണ് അറിയാം, മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മഴ കൊണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളില്ലല്ലോ 1-ാം തീയതി. അങ്ങനെ പിന്നെ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ദോശയുടെ മാവ് എനിക്കൊരു പണി തന്നെ. ഇങ്ങനെ വെളിയിൽ പോവാറില്ലേ, പറയുമ്പോൾ വലിയൊരു ചെരുവത്തിനകത്താണ് മാവ് കൂട്ടി വെക്കാറ്. അങ്ങനെ എത്ര മാവ് ഇട്ടാലും ഇങ്ങനെ പൊങ്ങി പോവാറില്ല, എന്താണെന്ന് അറിഞ്ഞൂടെ, എന്നാലും എന്ത് പറ്റി അറിയില്ല. പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്ത് മാവൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് മാറ്റി വെച്ച് ഞാൻ ഇവിടെ മാവ് കൂട്ടി വെക്കുമ്പോൾ 2-3 ദിവസത്തിന് കണ്ട് കൂട്ടി വെക്കും. കാരണം ദോശ ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. കാരണം ഇവൾമാർക്ക് എപ്പോഴും ദോശ കൊടുത്താലും ചോറ് ഇഷ്ടമല്ല. ഉച്ചക്കാണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ ദോശ ഉണ്ടോ ചോദിക്കും. സാമ്പാറും കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ചും. അങ്ങനെ മാവ് ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുണ്ട്. എന്താണെന്നറിയില്ല, എന്ത് പറ്റിയറിയില്ല. പിന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ ഞാൻ അതങ്ങ് അടുപ്പത്ത് വെക്കട്ടെ. എന്തായാലും അവർ എണീക്കുമ്പോഴേക്കിന് കറി ഇതൊക്കെ ആവണം. അവർക്ക് ട്യൂഷന് പോകണം. അപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇനി കറി വെക്കാൻ നോക്കുമ്പോൾ നാളികേരം അധികം ചേർക്കാറൊന്നുമില്ല. പിന്നെ ഉള്ളിയും കുറച്ച് കൂടുതലെടുത്ത് അത് നല്ലപോലെ വാട്ടിയതിന് ശേഷം അതിന് കുറച്ച് മാറ്റി അങ്ങ് അരച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ കുറച്ചങ്ങ് മാറ്റിയതിന് ശേഷം ഞാൻ മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്ത് നമ്മൾ അരച്ച് വെച്ച് അരപ്പും ചേർത്ത് കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഒന്ന് കടുവറുത്ത് കിട്ടണം. കറിവേപ്പിൻ്റെ ഇലയൊന്നുമില്ല, പച്ചക്കറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് തന്നെ ഇല്ല. അങ്ങനെ പിന്നെ കുറച്ച് നിരന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മോരെടുത്ത് വെച്ച്. പിന്നെ പാത്രം കൂടുതലായ പിന്നെ മടിയാവും. അപ്പോൾ അത് കുറേശ്ശെ ആകുമ്പോൾ തന്നെ അങ്ങ് മാറ്റിയെടുത്ത് വെച്ചാൽ അവിടെ ചീനി അടക്കത്തില്ലല്ലോ. അവർക്ക് ചായയും കടിയൊക്കെ കൊടുത്തിട്ട് വേണം കായംകുളത്ത് പോകാനുണ്ട്. ബട്ടൺ ഹൗസിൽ കുറേ തയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നൂലൊക്കെ വാങ്ങിക്കണം, ഷിബ് നൂലൊക്കെ. അപ്പോൾ അതിന് പോകണം. തുണി അവിടെ കഴുകി ഇട്ടിട്ടുണ്ട്. അത് ചിക്കണം. വെയിലാണോ മഴയെന്ന് അറിയില്ല. രാവിലെ എണീറ്റപ്പോഴൊക്കെ നല്ല മഴയും ഇപ്പോൾ ഇങ്ങനെ തോർന്നിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഓരോന്ന് ചുട്ടെടുക്കട്ടെ. അവർ കുളിച്ച് കയറി വന്നിട്ടുണ്ട്. അവർക്ക് എടുത്തു കൊടുത്താൽ പിന്നെ തുണിയൊന്ന് ചിക്കി പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. അവൾമാർ ഇവിടെ ഇട്ട് പൂട്ടിപ്പോവും. നമ്മളെ വാതിലടച്ചിട്ടാലേ അവർ സിനിമ എന്തെങ്കിലും കണ്ടിരുന്നോളും. അങ്ങനെ ഞാൻ സിയായിക്കും കടയിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങി. എന്തെങ്കിലുമൊക്കെ ഓർഡർ തരും, ഇന്നത് കൊണ്ടുവരണമെന്നും പറഞ്ഞ്. അവരുടെ പേടി ഇതാണ്, അടുക്കളയിൽ കയറും ചെറിയ ആൾ. അവൾക്ക് അടുക്കള വല്ലാതെ തപ്പോള്. ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ടേ പേടിയാണ്. ഗ്യാസൊക്കെ കുറ്റി തന്നെ ഓഫാക്കി തന്നെ പോവൽ. അങ്ങനെ പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന്. പച്ചക്കറിയൊന്നുമില്ല, അതിന് പെരും മഴ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണ്ടേ. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് തിരുവി മാറ്റി വെക്കട്ടെ. കുറച്ച് പയറെടുത്ത് ഉപ്പേരിയും വെക്കണം. ഞാൻ ഇവളെടുത്ത് കൊടുത്ത് പച്ചമുളക് 2 കിലോ പോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെട്ടി കളഞ്ഞ് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ. പിന്നെ മീൻ കറിയൊക്കെ ഇന്നലെ വെച്ച കറി തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ച് പയറെടുത്ത് തോരനും വെച്ച് മുട്ട ആംപ്ലേറ്റും അടിക്കാമെന്ന് വിചാരിച്ച്. വറുത്ത മീൻ 1-2 കഷ്ണം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും കണ്ട് സപ്പോർട്ടായി ലൈക്കും കമൻറ്റും ഷെയറും